താനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശു താനരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. കൊണ്ടോടെ പ്രിയങ്ക സന്തോഷം എന്നുള്ളത് വേണം ഇത് ചെയ്യാൻ വേണ്ടി, എന്താ സ്പോട്ട്ലൈറ്റ് ചെയ്യാൻ വേണ്ടി. മറ്റേ സന്തോഷ് തമ്പി എന്നുള്ളതാണ് നമ്മൾ ഓഡിയോ ആവും കൊടുക്കുന്നത്. ഓഡിയോട്ടല്ല പിന്നെ പ്രിയങ്ക സന്തോഷം ഓഡിയോ വീഡിയോ പോവാ. എനിക്ക് ജസ്റ്റ് കേൾക്കാൻ വേണ്ടി, കാരണം അവിടെ പിന്നെ ഉച്ചയ്ക്ക് വായന്റെ ഓക്കെ ഓക്കെ ശരി ശരി അങ്ങനെയാണോ? ഓഡിയോ പോകുന്നതും വീഡിയോ പോകുന്നതും പ്രിയങ്ക തന്നെയാണോ? ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ഓക്കെ രാജമാസന്നമായി മനം തിരിവിൻ എരികോവിൻ നദിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാൻ ദൈവജനമേ. എരികോവിൻ നദിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാൻ ദൈവജനമേ. സന്തോഷം അതൊന്ന് ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഞാൻ ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. धन्यवाद के संग स्तुति गाऊंगा है यीशु मेरे खुदा. उपकार तेरे हैं बेशुमार, कोटि कोटि स्तुति धन्यवाद. സാറേ, ഹലോ സാറേ പറഞ്ഞു. സാറേ, ഇത് ഇന്നത്തെ എത്രാമത്തെ യോഗമാണ്? സാറേ അത് വിട്ടേര് സാറേ, അത് വിട്ടേര്. നമ്മുടെ ഇന്നത്തെ ഇതിന്റെ കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം പാപബന്ധം സൗണ്ട് ക്ലിയർ ആയിരുന്നു. സൗണ്ട് ക്ലിയർ ആയിരുന്നു.
7:38 അല്ലേ? ഇപ്പം ജസ്റ്റ് 7:30 ആകുമ്പോൾ ഒരു പ്രയർ ഉണ്ട്. ജിഗോ പാസ്റ്റർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ പ്രയർ കഴിച്ചിട്ട് നിന്റെ തിരുരക്തം മാത്രം വീണ്ടെടുപ്പിൻ വിലയായി യേശുവിന്റെ രക്തം മാത്രം പുണ്യമില്ല പാപിക്കായി യേശുവിന്റെ രക്തം മാത്രം ആ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ രക്ഷിക്കുന്നു പാപിയേ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പ്രാർത്ഥിച്ചാലും കേട്ടോ. ഓക്കെ ഞാൻ മ്യൂട്ട് ആവുകയാണ്. ഓക്കെ. ദൈവത്തോടു നിരപ്പൂ യേശുവിന്റെ രക്തം മാത്രം വേറെയില്ല യോജിപ്പൂ യേശുവിന്റെ രക്തം മാത്രം ആ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ രക്ഷിക്കുന്നു പാപിയേ നിന്റെ തിരുരക്തം മാത്രം സാത്താനെ ജയിക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം തീയമ്പീനെ കേടുത്താൻ യേശുവിന്റെ രക്തം മാത്രം ആ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ രക്ഷിക്കുന്നു പാപിയേ നിന്റെ തിരുരക്തം മാത്രം. ശാപത്തെ നീക്കിയത് യേശുവിന്റെ രക്തം മാത്രം ലോകത്തെ തകർത്തത് യേശുവിന്റെ രക്തം മാത്രം ആ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ രക്ഷിക്കുന്നു പാപിയേ നിന്റെ തിരുരക്തം മാത്രം പുത്രത്വത്തിനാധാരം യേശുവിന്റെ രക്തം മാത്രം ശുദ്ധാത്മാവിൻ പ്രാകാരം യേശുവിന്റെ രക്തം മാത്രം ആ യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക സംഗമത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നെടുങ്ങാടപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഫോക്കസ് എൻകൗണ്ടർ ഹോപ്പ് എൻകൗണ്ടർ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആത്മീക സംഗമത്തിൻ്റെ 3-ാം ദിവസം രാത്രിയിലാണല്ലോ നാം ആയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും വലിയ ആത്മഭാരത്തോടും വചനം കേൾക്കുന്നതിനുള്ള തീക്ഷ്ണതയോടും ആവേശത്തോടും കൂടെ ദൈവസന്നിധാനം നമുക്ക് അടുത്ത് വരാം. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്വേകാഗ്രമാകാം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് രാത്രി നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ കൂടി വ്യാപരിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്ഥലകാല പരിധികൾ കൂടാതെ വ്യാപരിപ്പാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് ഈ കേൾക്കുന്ന കേൾവിക്കാരിലും നമുക്ക് ഓരോരുത്തരിലും അനുഭവിച്ചറിയുവാൻ ദൈവസ്ഥത്തിൽ നമ്മെ സമർപ്പിക്കാം. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ യോഗം നാം പ്രാർത്ഥിച്ചാരംഭിക്കുന്നു. കർത്തൃ സാന്നിധ്യത്തിനായി എല്ലാ തലകളും ദൈവസ്ഥത്തിൽ വണക്കി വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളായിരിക്കും ഞങ്ങൾക്ക് ദൈവസന്നിധാനെ അടുത്തു വന്ന് കർത്താവിനെ സ്തുതിക്കാൻ ഇങ്ങനൊരു അവസരം സ്വർഗം തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ചില നാളുകളായി ഞങ്ങൾക്ക് പൊതുയോഗങ്ങളോ കൂട്ടായ്മകളോ ഒന്നുമില്ലാതെ ഭാരത്തോടെയും പ്രയാസത്തോടെയും ആയിരിക്കുന്ന വേളകളിൽ
കർത്താവിന്റെ തിരുസാന്നിധ്യം പല നിലകളിൽ ഞങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിലും സഭാപരമായും കർത്താവെ അങ്ങ് സ്പർശിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അടുത്തിരിക്കുന്ന ഏറെ നല്ലത് എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്ന പോലെ അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന ഇന്ന് രാത്രിയും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ എഴുന്നള്ളി വരാവുന്ന വാഗ്ദത്തവരുടെ കർത്താവിന്റെ മഹൽ സാന്നിധ്യം ആത്മരൂപേണയും കർത്താവെ ഞങ്ങൾ അനുഭവിക്കട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ യോഗം ഒരു അനുഗ്രഹവും വിടുതലുമാകണമേ. മാത്രമല്ല ഇന്ന് ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ മധ്യ എത്തിയിട്ടുള്ള അനുഗ്രഹീത കർത്തദാസന്മാർക്കായി സ്തോത്രം. കൊയർ ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാർക്കും ദാസിമാർക്കുമായി സ്തോത്രം. അവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന സംഗമത്തിൽ ദൈവ സാന്നിധ്യം മുഴുവനായി ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സെക്ഷനുകളും ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ കർത്താവ് സകലത്തെയും നിയന്ത്രിച്ചാട്ടെ. കർത്താവെ കാലാവസ്ഥയൊക്കെ അവിടെയുള്ള എല്ലാവരെയും അനുഗ്രഹത്തോടെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമ്പൂർണമായി അങ്ങ് നിയന്ത്രിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ആദ്യോടൊന്ന് തിരുസാന്നിധ്യ മറവിൽ മറയ്ക്കണം. പ്രാർത്ഥനകടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനെ അടുത്തു വരാം. ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്നത്, കൊയർ ലീഡ് ചെയ്യുന്നത് പ്രിയ കർത്തദാസൻ പാസ്റ്റർ സന്തോഷ് ആൻഡ് സിസ്റ്റർ പ്രിയങ്ക. അവര് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അവർ ഈ തുടർന്നുള്ള മ്യൂസിക് സെഷൻ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ആയിരിക്കാം, ഭാഗവാക്കാകാം, ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ധ്യാനിക്കുകയും ചെയ്യാം. അവർക്കായിട്ട് സമയത്തെ വിട്ടുകൊടുക്കുന്നു. പ്ലീസ്. Hallelujah. Praise the Lord, everyone. Greetings in the precious and matchless name of our Lord and Savior Jesus Christ. Hallelujah. Such a wonderful, hallelujah, evening time. Hallelujah. Thank you, Pastor Faith Blessing and our bro, Justin George, for inviting us and giving us this opportunity. Such a privilege. Hallelujah. So let's all join together and praise and worship His glorious name. Hallelujah. For He alone is worthy of all glory, praise and honor. As Bible says in Psalm 92:1, it is good to sing praises unto our Lord. It is good to give thanks unto our Lord. Hallelujah. The psalmist says in Psalm 34:3, "Oh come, let us magnify the Lord with me. Let us exalt His name together." Hallelujah. Come on, people. Hallelujah. Together, hallelujah. Let us all join together and exalt and magnify, praise and worship His holy name. Hallelujah. For He is holy. Hallelujah. He is worthy of all praise and honor. For we serve a great God. We serve a mighty God. We serve an awesome God who alone is worthy of all praise and honor. So let's get started with this worship session, the third day of this Focus Hope Encounter. This is the third day, right? Hallelujah. And the third day holds significance in the Bible itself. Hallelujah. So hoping that God would work wonders and miracles today in our lives, let us go ahead and praise and worship our wonderful God. Let us start this worship session by singing the song, "Studichey maname nityavum nin jeevanadan Yeshuve." ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. യെസ്, ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. There's none. Hallelujah. There's none like our God. Hallelujah. As the Bible says in John 15:13, hallelujah, this is the greatest love. And what is the greatest love? The greatest love is that a man laid down his life for his friends. This is the ultimate love. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. Hallelujah. None can equal our God. None can even come close to our God. He alone is God, and He laid down His life for us. This is the ultimate love, the agape love, unconditional love, supreme love, sacrificial love. And hallelujah, He showed it us, hallelujah, on the cross. Hallelujah. He laid down His life for us. Hallelujah. Come on, people. Hallelujah. Giving God all the glory, all the honor and praise. Let's go ahead and sing the song, "Studichey maname nityavum nin jeevanadan Yeshuve." Hallelujah. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ
Subajivan, Tannoratma Snehidan, Verarini. Yes, hallelujah. He alone is worthy of all glory, praise, and honor. Hallelujah. Next, we're gonna sing this song. Gin Gin Ke Stuti Karu. बेशुमार तेरे दानों के लिए अब तक तूने संभाला मुझे, right till now Lord, up until now you protected us, Lord. My dear brothers and sisters, my dear friends, if today, hallelujah, we are safe, my dear friends, if today we are fit and fine, we are under the comfort of our houses, hallelujah, it's only because He has protected us. Amen. It's only because He has been our refuge, our protector, our defense, our shield. Hallelujah. तेरे शत्रु का निशाना तुझ पर होगा ना सफल. No weapon that is formed against you shall prosper, according to Isaiah 54:17. Yes, hallelujah. Yes, the Lord shall save you from the snares of the fowler and from the noisome pestilence, according to Psalm 91:3. Hallelujah. No trap, no plot the devil has laid against you will ever prosper. Why? Because God is by your side. God is on your side. The Lord of hosts, He is your refuge. Hallelujah. तेरे शत्रु का निशाना तुझ पर होगा ना सफल. आंखों के पुतली जैसे वो रखेगा तुझे हर पल. He will keep you as the apple of His eyes. Hallelujah. As the apple of His eyes. Yes, hallelujah. According to Deuteronomy 32:10, He kept them as the apple of His eyes. Hallelujah. He that toucheth you touches the apple of His eyes. Hallelujah. Nobody dare touch you, my dear brother, my dear sister, because God is on your side. So no weapon that is formed against you will ever prosper, because God is on your side. He is by your side. So let us all go ahead and sing this song. Gin Gin Ke Stuti Karo, बेशुमार तेरे दानों के लिए. Come on, everyone. Master, for you are our protector, you are our refuge, you are our defense. Amen.
Lord, up until now, you've taken care of us, Lord. You've protected us, Lord. You've been our shield. You've been our defense. Yes, hallelujah. As Paul says in 1 Timothy 1:15, hallelujah. Christ, this is a faithful saying, acceptable, hallelujah, of all acceptations, hallelujah, worthy of all acceptations, that Christ came to this world to save sinners, of whom I am the chiefest. That is what Paul is saying, hallelujah. Amazing grace, how sweet the sound that saved a wretch like me. My dear brothers and sisters, we've all been saved by His amazing grace, hallelujah. As John Newton, hallelujah, who penned down this wonderful, beautiful English hymn, hallelujah, he said during his last day, he was quoted as saying, my memory is fading, but I remember two things, hallelujah. I still remember two things clearly. One, Christ is a great Savior, and I am a great sinner. Yes, we all were once dead in sins, gone. We've been saved from the sins by His amazing grace. We've been lifted up from that horrible pit by His amazing grace. Yes, amazing grace. How sweet the sound that saved a wretch like me. Come on, everyone. Let us all join together and sing this song. Hallelujah. Glory be to God. Thank you, Lord. Hallelujah. Yes, those that have tasted of the goodness of the Lord, hallelujah. Join us as we sing this song. Nin sneham njan rujichu. Oh, yatrayo madhuram, hallelujah. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ല നാഥനെ, ഇതിനൊന്നും യോഗ്യനല്ല കർത്താവേ, hallelujah. As Jacob says in Genesis 32:10, Lord, I'm not worthy. Lord, I'm not worthy of the least
of the mercies of truth, Lord, that you bestowed upon your servant. I'm not worthy, Lord. With this staff, I've passed over this Jordan, but now I've become 2 bags. How? It's only because of your mercy, Masters, because of your grace, Master. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ നാഥനെ, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, ബലഹീനനാമിയേഴ എന്നെ നീ ഇന്ന് ബലത്തോടെ നിർത്തിയല്ലോ ദൈവമേ. Hallelujah. We thank you for that, Lord. We thank you for that, Master. Come on, people, join us as we sing this song. Let us all join together and sing the song. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. Hallelujah. Thank you, Master. Thank you, Holy Spirit. We welcome you. Yes. Thank you for your presence, Lord. by singing this song, യേശുവിൻ നാമം.
Madhurima Namam, Inailla Namam, Imba Namam, hallelujah. There's no match to his name, hallelujah. In his name there is healing, in his name there is deliverance, in his name, hallelujah. Miracles happen when we take the name of our Lord, hallelujah. His name is holy, hallelujah. His name is above all names, hallelujah. His name is worthy of praise. Come on, everyone, let us all join together and sing this song. Yeshuin Namam, Madhurima Namam, Inailla Namam, Imba Namam, hallelujah. Thank you, Lord. Thank you, Mother. Everyone, come on. Wherever you are, if you can, clap your hands and sing this song. Come on. Yeshuin Namam, Madhurima Namam, Inailla Namam, Imba Namam. Yeshuin Namam, Madhurima Namam, Inailla Namam, Imba Namam. Once again, Yeshuin Namam, Madhurima Namam, Inailla Namam, Imba Namam. Oh, Yeshuin Namam, Madhurima Namam, Inailla Namam, Imba Namam. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം. ഓ യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. Come on. യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. മുഴങ്ങാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്ങാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. Everyone, യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. Everyone, യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. Once again, എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. ഓ യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. Sing it up. യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. Once more. യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. ഓ യേശുവിൻ നാമം, മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പ നാമം. Hallelujah. Hallelujah. Thank you once again, Pastor Phil Blessing and Justin George, for giving us this opportunity. God bless you all. Hallelujah. Stay blessed, everyone. Thank you. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ആത്മീക സംഗമത്തിൽ നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കൂടിച്ചേരുവാൻ കർത്താവ് ഒരുക്കി നൽകിയ നല്ല നിമിഷങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ബേർഷേവ നെടുങ്ങാടപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഫോക്കസ് ഹോപ്പ് എൻകൗണ്ടർ എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ ആത്മീക സംഗമം യൂട്യൂബിലും ഫേസ്ബുക്കിലും സൂമിലൂടെയുമായി ലോകമെമ്പാടുമുള്ള ദൈവജനം ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു.
ഇതിന് നേതൃത്വം നൽകുന്ന അനുഗ്രഹീത കർത്തദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സൻ അവറുകൾ, അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനായും കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൂരത്തും ചാരത്തുമായി ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനങ്ങളെ ചൊല്ലുന്നു. വിശിഷ്യാൽ ഇന്ന് രാത്രിയിൽ നമ്മോട് ദൈവവചനം ആധികാരികമായി സംസാരിക്കുവാൻ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന അനുഗ്രഹീത കർത്തദാസൻ പാസ്റ്റർ ബാബു ചെറിയൻ അവറുകൾ, അദ്ദേഹത്തെ സ്തോത്രം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ ആത്മീയ യോഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് അനുഗ്രഹമാണ്. ദീർഘകാലങ്ങളായി കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായി കർത്താവിന്റെ വചനം മാറ്റമില്ലാതെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന കർത്തദാസനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത്രയും സമയങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങളിലൂടെ നാം കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. കർത്തദാസൻ സന്തോഷ് ആൻഡ് സിസ്റ്റർ പ്രിയങ്ക, അവർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ യോഗത്തിൽ അവരുടെ സാന്നിധ്യത്തിനായിട്ടും സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചന ശ്രവണത്തിനായി നാം സമയത്ത് വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവസ്ഥലായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്തദാസൻ പാസ്റ്റർ ചാണ്ടി വർഗീസ് അവറുകൾ പ്രാർത്ഥിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ ചാണ്ടി വർഗീസ് അവറുകൾ, അദ്ദേഹം ലെഫ്റ്റ് ആയെന്ന് കരുതുന്നു. പാസ്റ്റർ ജിജി മാമൂട്ടിൽ, പ്ലീസ് പാസ്റ്റർ ജിജി മാമൂട്ടിൽ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ആത്മീയ സംഗമത്തിനായ ദൈവത്തെ വാത്സല്യ കർത്താവിന്റെ Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന് മഹത്വം. Praise the Lord. ആമേൻ. Praise the Lord. അദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് ക്ലിയർ ആകുന്നില്ല. പാസ്റ്റർ അനിൽ പ്രാർത്ഥിച്ചാണ്. സോറി, നെറ്റ്വർക്ക് ഒരു ചെറിയ കംപ്ലൈന്റ് ആയി തോന്നുന്നു. പാസ്റ്റർ അനിൽ പ്രാർത്ഥിച്ചാണ്. വോയിസ് ഒട്ടും കേൾക്കുന്നില്ല. ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ദൈവനാമത്തിൽ ആശ്രയിച്ച് സൂമിലൂടെ കർത്താവേ ദൈവവചനം അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് കർത്താവിനെ വാഴ്ത്തിസ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ കൂടി കർത്താവെ നല്ല വചനങ്ങളിൽ കോണം ദൈവം സഹായിച്ചതിനായി സ്തോത്രം. കൃഷ്ണനെ കർത്താവ് സഹായിക്കണം. ദൈവദാസന്മാരെ ദൈവം സഹായിക്കണം. മീറ്റിംഗിൽ ദൈവദാസനെ ദൈവം സഹായിക്കണമേ. ദൈവവചനം സൂക്ഷിക്കുന്ന ദൈവത്തിനായി പ്രാർത്ഥിക്കുന്നു. വിഷയപ്പെട്ട ദൂതുകൾ ദൈവവചനം അറിയിക്കാൻ സ്വർഗത്തിലെ ദൈവം ഹോവയെ കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവവചനം കേൾക്കുന്ന ദേശത്തും വിദൂരെയും സുഹൃത്തുവാരികൾ സർവരെയും യഹോവയുടെ സാന്നിധ്യം കൊണ്ട് കർത്താവ് സൂക്ഷിക്കണം. ശ്രമിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും ഉള്ള കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കും. ദൈവം കേൾക്കണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചന കേൾവിക്കായി ഞാൻ പോവുകയാണ്. എനിക്ക് ഏറെ സന്തോഷമുണ്ട് പ്രിയ കർത്തദാസിനെ ഇങ്ങനെ സൂമിലൂടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ. കർത്തദാസിനെ വളരെ ആദരവോടുകൂടി ദൈവവചന ഘോഷത്തിനായി ക്ഷണിക്കുന്നു. വളരെ തിരക്കുകൾക്കിടയിലും ഇങ്ങനെ ഒരു യോഗത്തിൽ സംബന്ധിപ്പാൻ കാണിച്ച വലിയ മനസ്സിനായിട്ട് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ നമുക്കായിരിക്കാം. കർത്തൃപുത്യൻ ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പ്ലീസ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. എന്നെ ഈ മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട്, വിശേഷാൽ ഫെയ്ത്ത് ബ്ലസഡ്, ഇപ്പോൾ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ ദേവദാസൻ, എല്ലാവരോടും വന്ദനം ചൊല്ലുന്നു. നമുക്കൊരു വചനം വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. 1 പത്രോസ് 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ആമേൻ. പിതാവേ, തിരുവചനം ഗ്രഹിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ആ വാക്യം വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ട വാക്യമാണ്. ഇവിടെ നീതിമാൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? നീതിമാൻ എന്ന് വിളിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെയാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടവൻ രക്ഷ പ്രാപിക്കുന്നത് വളരെ പ്രയാസത്തോടുകൂടിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത രക്ഷ എന്താണ്? രക്ഷിക്കപ്പെട്ടവൻ രക്ഷ പ്രാപിക്കുന്നത് എപ്പോഴാണ്? എങ്ങനെയാണ്? അത് എന്ത് രക്ഷയാണ്? അതിനിത്ര പ്രയാസം തന്നെ. അപ്പോൾ രക്ഷയെക്കുറിച്ച് വ്യത്യസ്തമായ ചില അറിവുകൾ, വെളിപ്പാടുകൾ ഇന്ന് നമുക്ക് ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് നോക്കാം. എന്താണ് രക്ഷ? റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആമേൻ.
ശിക്ഷാവിധി മാറിപ്പോകുന്ന അനുഭവമാണ് രക്ഷ. ക്രിസ്തുയേശുവിൽ അല്ലാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ട്. ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. ക്രിസ്തുയേശുവിൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ്? ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒരുത്തൻ ക്രിസ്തുവിലാകുക, അപ്പോഴാണ് ശിക്ഷാവിധി മാറിപ്പോകുന്നത്. അപ്പോഴാണ് പുതിയ സൃഷ്ടി ആകുന്നത്. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. ക്രിസ്തുയേശുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ആകുന്ന നിമിഷത്തിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ ക്രിസ്തുവിലായാൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1, ശിക്ഷാവിധി മാറുന്നു. 2, പുതിയ സൃഷ്ടിയാകുന്നു. 3, പഴയത് കഴിഞ്ഞു പോകും. അതവിടെ മനസ്സിൽ തന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ട് വെക്കണം. എന്നിട്ട് എങ്ങനെയാ ക്രിസ്തുവിലാകുന്നത് എന്ന് ചിന്തിക്കണം. എങ്ങനെയാണ് ക്രിസ്തുവിലാകുന്നത്? ക്രിസ്തു മതത്തിലാകാനാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മതത്തിന്റെ മേലധ്യക്ഷനെ കണ്ടാൽ മതി. ക്രിസ്തു മതത്തിലെ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഒരു മേലധ്യക്ഷനെ കണ്ടിട്ട് നിങ്ങളുടെ മതത്തിലേക്ക് ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അവരതിന്റെ വഴികൾ പറഞ്ഞു തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെയും ചേർക്കുന്നില്ല, മതത്തിൽ ചേർക്കുന്നില്ല. ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിൽ ചേരുക എന്നല്ല. ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ പെന്തിക്കോസിൽ ചേരുക എന്നല്ല. ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുക എന്നുമല്ല. ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുക എന്നാണ്. ക്രിസ്തു ഒരു ഗുളികയല്ല ഉള്ളിൽ വിഴുകാൻ. ക്രിസ്തു സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ആ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. കർത്താവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ ലൈഫ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അതിന്റെ പ്രധാന ഘടകം നമ്മുടെ തീരുമാനമാണ്. അങ്ങനെ നമ്മളൊരു തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ ജീവിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവ് നമ്മിലേക്ക് വരികയാണോ അതോ നമ്മളെ കർത്താവിലേക്ക് ആക്കുകയാണോ? ഒരുത്തൻ ക്രിസ്തുവിലാകുക. അപ്പോ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ
ക്രിസ്തു നമ്മെ സ്വീകരിക്കുന്നു. നദി കടലിൽ ചേർന്നാലും കടല് നദിയിൽ ചേർന്നാലും പിന്നെ തിരിച്ചറിയാനൊക്കാത്തതുപോലെ നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നമ്മെ സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മൾ ക്രിസ്തുവിലാകുന്നു. ക്രിസ്തു വലിയ കടലായതുകൊണ്ട്, നമ്മൾ ചെറിയ ഉറവയായതുകൊണ്ട് നമ്മൾ അതിലാകുന്നു. അതിലായി കഴിയുമ്പോൾ ശിക്ഷാവിധി നീങ്ങിപ്പോകുന്നു. അതെങ്ങനെയാ ശിക്ഷാവിധി നീങ്ങിപ്പോകുന്നത്? നമ്മുടെ ശിക്ഷ അവന്റെ മേലായി. യെശയ്യാ പ്രവചനം 53 അധ്യായം 4 മുതൽ ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 53 അധ്യായം 4 മുതൽ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മൾ അവനിലാവുമ്പോൾ നമ്മുടെ ശിക്ഷ അവന്റെ മേലായതിനാൽ നമ്മുടെ ശിക്ഷ മാറിപ്പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ അവനിലാവുമ്പോൾ നമ്മുടെ ശിക്ഷ അവന്റെ മേലായതിനാൽ നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം അവനിലാകുമ്പോൾ നമ്മുടെ ശിക്ഷാവിധി അവനിലായതിനാൽ, അവന്റെ മേലായതിനാൽ നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോകും. ഇതാണ് രക്ഷ. ഒരുത്തൻ ക്രിസ്തുവിലാകുക. വീണ്ടും നമുക്കത് ഒന്നുകൂടെ നോക്കാം. 2 കൊരിന്ത്യർ 5 അധ്യായം 14 വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചതിനാൽ ആ സത്യം വിശ്വസിക്കുന്നവർ ഇനി യേശുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് അവൻ ക്രിസ്തുവിലാകുന്നത്, അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ഒരു കർമ്മത്തിലൂടെയല്ല, പിന്നെയോ ഒരു വിശ്വാസം, ഒരു അംഗീകാരം, ഒരു സമർപ്പണം. സ്തോത്രം, 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 സ്തോത്രം. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു കർമ്മത്തിലൂടെയല്ല, ഒരു അംഗീകാരം, ഒരു വിശ്വാസം, ഒരു സമർപ്പണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിലാകുക എന്നത് ക്രിസ്തുവിനായി ജീവിക്കുന്ന അനുഭവമാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, ക്രിസ്തു നമ്മെ സ്വീകരിക്കുന്നു, നാം ക്രിസ്തുവിലാകുന്നു, നമ്മുടെ ശിക്ഷാവിധി അവന്റെ മേലാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ നാം അവനിലാകുകയും അവൻ നമ്മിലാകുകയും നമ്മുടെ ശിക്ഷാവിധി അവന്റെ മേലാകുകയും അവന്റെ നീതി നമ്മുടെ മേലാകുകയും ചെയ്യുമ്പോൾ നാം ദൈവമക്കളാകുന്നു, നാം പുതിയ സൃഷ്ടിയാകുന്നു, നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ ശിക്ഷാവിധി മാറുന്ന അനുഭവമാണ് രക്ഷ. ആ രക്ഷ വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. ആ രക്ഷ വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്. എഫേസ്യ ലേഖനം 2 അധ്യായം 8 തിരുവചനം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ.
കൃപയാൽ വിശ്വാസം മൂലം രക്ഷ. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ? ഇല്ല എങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെടണം. ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാവും. ക്രിസ്തു നിങ്ങളിലാകും, നിങ്ങൾ ക്രിസ്തുവിലാവും. നിങ്ങളുടെ ശിക്ഷാവിധി അവന്റെ മേലാവും. അങ്ങനെ നാം പുതിയ സൃഷ്ടിയായിരിക്കും. മൂന്ന് കാര്യം സംഭവിക്കുന്നു. നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോകുന്നു, നാം പുതു സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോകും. എന്താണ് പഴയത്? നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ പഴയ സ്വഭാവം എല്ലാം ഇല്ലാതെയാവും, പൂർണ്ണമായി ഇല്ലാതെയാവും. അങ്ങനെ നാം ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഈ അനുഭവത്തെയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ. ഇങ്ങനെ രക്ഷ പ്രാപിച്ചാൽ അടുത്ത കാര്യം വന്നു കഴിഞ്ഞു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം വായിച്ച 1 പത്രോസ് 4:18 വീണ്ടും വായിക്കും. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? നമ്മളിപ്പോൾ കണ്ടത് രക്ഷ പ്രാപിക്കുന്ന കാര്യമാണ്. അവിടെ പ്രയാസമൊന്നുമില്ലല്ലോ. പ്രയാസം മുഴുവൻ ക്രിസ്തു അല്ലേ സഹിച്ചത്? പ്രയാസം മുഴുവൻ ക്രിസ്തു അല്ലേ സഹിച്ചത്? പിന്നെ നമ്മളെന്തോ പ്രയാസപ്പെടുന്നത്? യേശുവിനെ വിശ്വസിക്കുന്ന തന്നെ എത്ര പ്രയാസമുള്ള കാര്യമാണോ? സ്തോത്രം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. അപ്പൊ രക്ഷ പ്രയാസമുള്ള കാര്യമാണോ? ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പ്രയാസമുള്ള കാര്യമാണോ? കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിലൻ വേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. അപ്പോ രക്ഷ പ്രയാസമുള്ള കാര്യമല്ല. രക്ഷ ഭയങ്കര സന്തോഷമാണ്. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. എന്നാൽ രക്ഷയിൽ പ്രയാസമുള്ള ഒരു കാര്യമുണ്ട്. അതെന്തുവാണ്? രക്ഷയിലെ പ്രയാസമുള്ള കാര്യം എന്താണ്? അത് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ഈ വാക്യം വായിച്ചത് വെറുതെയാവും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. എല്ലാ നാവും അങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തിങ്കൽ 12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. രക്ഷിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമാണ്. ഞാനത് മറ്റ് 1-2 തർജ്ജമകളിൽ വായിക്കാം.
പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴും എന്നെ അനുസരിച്ചിട്ടുള്ളതുപോലെ ഇപ്പോൾ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, അതിലേറെ എന്റെ അസാന്നിധ്യത്തിലും നിങ്ങളുടെ രക്ഷ സ്വായത്തമാക്കുന്നതിന് വേണ്ടി ഭയത്തോടും വിറയലോടും കൂടെ പൂർവാധികം യത്നിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴും എന്നെ അനുസരിച്ചിട്ടുള്ളതുപോലെ ഇപ്പോൾ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, അതിലേറെ എന്റെ അസാന്നിധ്യത്തിലും നിങ്ങളുടെ രക്ഷ സ്വായത്തമാക്കുന്നതിന് വേണ്ടി ഭയത്തോടും വിറയലോടും കൂടി പൂർവാധികം യത്നിക്കുക. നിങ്ങളുടെ രക്ഷയെ സ്വായത്തമാക്കുന്നതിന് വേണ്ടി, മറ്റൊരു തർജ്ജിമയിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി, മറ്റൊരു തർജ്ജിമയിൽ രക്ഷയെ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. അപ്പൊ പ്രാവർത്തികമാക്കുക എന്ന അർത്ഥം തന്നെയാണത്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ദൂതാണ് ഇന്ന് ഈ കൂട്ടായ്മയിൽ പറയാൻ കർത്താവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വേദഭാഗമായതുകൊണ്ട് ഞാൻ ഇച്ചിരി സാവധാനത്തിൽ പറയുകയാണ്. Therefore, my dear ones, as you have always obeyed my suggestions, so now not only with the enthusiasm you would show in my presence, but much more because I am absent. ഇനിയുള്ള വാക്കാണ് ശ്രദ്ധിക്കുന്നത്. Work out your own salvation. Work out your own salvation. Work out your salvation. Cultivate, carry out to the goal and fully complete. എന്താണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട മർമ്മം? നീതിമാൻ പ്രയാസത്തോടുകൂടിയാണ് രക്ഷ പ്രാപിക്കുന്നത്. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവീൻ. അപ്പോൾ എന്താണ് ഈ പ്രയാസമുള്ള കാര്യം? രക്ഷ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പ്രാപിച്ചു എങ്കിൽ ഇനി എന്താണ് ഇത്ര ടഫ് ടാർഗറ്റ്? എന്താണ് ഇത്രയധികം ഹെവി ആയിട്ടുള്ള ടാസ്ക്? എന്താണ് അത്? പ്രാപിക്കാൻ ഭയം വേണം, വിറയലോട് വേണം, അധ്വാനം വേണം. ഭയം, വിറയൽ, അധ്വാനം. ഭയത്തോടും വിറയലോടും കൂടെ പൂർവാധികം യത്നിക്കുക. സ്തോത്രം, 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 സ്തോത്രം. എളുപ്പമുള്ള മെസ്സേജുകൾ ധാരാളം ഇപ്പം സൂമിൽ കൂടെ കേൾക്കുന്നുണ്ടല്ലോ. ഇതൊരു അല്പം ടഫായ മെസ്സേജാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചുവെങ്കിലും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ ദേഹിയുടെ രക്ഷ നിങ്ങൾ പ്രാപിക്കണം. എന്താണ് ദേഹിയുടെ രക്ഷയോ? അതെ. അപ്പൊ ആദ്യം ലഭിച്ചത് ഏതാ? ആത്മരക്ഷ. അപ്പൊ ഈ ഭയത്തോടും വിറയലോടും കൂടി അധ്വാനിച്ച് പ്രാപിക്കേണ്ടതോ ദേഹിയുടെ രക്ഷ. അപ്പൊ ഇനി കർത്താവ് വരുമ്പം കിട്ടുന്നതോ ശരീരത്തിന്റെ രക്ഷ, തേജസ്കരണം. അപ്പൊ അതിനെങ്ങനെ വിളിക്കാം? നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം.
അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേത് ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി ഫ്രീ. കഷ്ടപ്പാട് മുഴുവൻ കർത്താവ് സഹിച്ചു, നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്യും. മൂന്നാമത്തേതോ അബ്സല്യൂട്ട്ലി ഫ്രീ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്ന എപ്പോഴാണ്? ഇത് പറയുമ്പോഴാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിരുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവ് വരുന്നു, കാഹളം മുഴക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, നമ്മൾ രൂപാന്തരപ്പെടുന്നു. ഘടോന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ മേഘപാളികളെ കീറി മുറിച്ച് നാം ഇവിടുന്ന് പോകുന്നു. ഇതാണ് റാപ്ചർ. നമുക്ക് ഒരു പണിയില്ല ഇതിനകത്ത്. മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. മൽപ്രിയനേ എന്റെ യേശുനായകനേ എപ്പോൾ വരും? മൽപ്രിയനേ എന്റെ യേശുനായകനേ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്റെ യേശുവേ വാനമേഘി വേഗം വന്നിടണേ. എന്റെ യേശുവേ വാനമേഘി വേഗം വന്നിടണേ. ഇങ്ങനെ കർത്താവ് വരുമ്പോ സംഭവിക്കുക. സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന്, ഓ എന്താലേ നടക്കാൻ പോവുക കേട്ടോ. സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു. സൂര്യനെ ഒന്നും നോക്കാൻ നമുക്ക് കഴിയില്ല. നോക്കാൻ ചന്ദ്രനെ പിന്നെ ഇച്ചിരി കാണാം. താരങ്ങൾ എത്രയുണ്ടോ നമുക്ക് ഒരു പിടിയില്ല. ആകാശമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാതി സ്വർഗം, സ്വർഗാതി സ്വർഗം, 3 സ്വർഗം. ഈ 2 മണ്ഡലം കിടന്ന കർത്താവിന്റെ അടുക്കൽ ചെല്ലും, പിതാവിന്റെ അടുക്കൽ. മാംസരഹിതങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്ത് പ്രയാസമുള്ളത് ഏതാ? ഒന്നും പ്രയാസമില്ല. ഒന്നാമത്തേത് പ്രയാസമില്ല, രണ്ടാമത്തേത് പ്രയാസമില്ല. സോറി, ഒന്നാമത്തേത് മൂന്നാമത്തേത് പ്രയാസമില്ല, രണ്ടാമത്തേത് പ്രയാസം. എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു രക്ഷ പ്രാപിക്കാനുണ്ട്. അതിന് നമ്മള് കഠിനാധ്വാനം ചെയ്യണം. ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഇതെന്താ പാസ്റ്ററെ? അതാണ് വിഷയം. കുഞ്ഞെ, കൂടപ്പിറപ്പേ, നീ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു അന്ന് മുതൽ നിനക്കൊരു വർക്കുണ്ട്, ഹോംവർക്ക്. നിനക്കൊരു വർക്കുണ്ട്. നിനക്കൊരു ഹോംവർക്ക് ഉണ്ട്. ആ വർക്ക് നീ ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് അറിയാമോ? ഈ പ്രയാസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യം ഒന്ന് കാണിച്ചു തരട്ടെ. ചിലതൊക്കെ പെട്ടെന്ന് സ്നാനപ്പെടാൻ വലിയ പ്രയാസമൊന്നുമില്ല, എന്നാലും ചിലർക്ക് പ്രയാസമാണ്.
പ്രയാസമുള്ള കാര്യങ്ങൾ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം. അഞ്ച് മുതൽ വായിച്ചു. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. 4 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 4 ബുദ്ധിമുട്ടുള്ളതാണ്. നമ്പർ 1, മരിപ്പിക്കുക. മരപ്പിച്ചാ പോരാ കേട്ടോ, മരിപ്പിക്കണം. മരപ്പിക്കലാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മരപ്പിച്ചാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ മരപ്പ് മാറിപ്പോകും. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മരപ്പിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അതൊക്കെ മരപ്പങ്ങ് മാറും. നമ്മളെ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ മരപ്പിക്കുക. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒന്നുകൂടെ മരപ്പിക്കും. പക്ഷെ സ്വഭാവം മാറിയിട്ടില്ല, ചെറിയൊരു മരപ്പേ ഉള്ളൂ. ഒരു കരച്ചിലും ഒരു ബഹളമൊക്കെ വെച്ചു. മരപ്പീര. മരിപ്പിക്കണം, കൊല്ലണം. പറ്റുമോ? ബുദ്ധിമുട്ടാണ്. സ്തോത്രം, 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 സ്തോത്രം. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇവിടെ നിന്ന്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മൈൽ അകലെ ഒരു സ്ഥലത്തോട്ട് പോകണം. നടന്നു പോകാൻ പറ്റുമോ? ഇല്ല. എന്നാ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളൊരു വണ്ടി പിടിക്കും, അല്ലേ? 10 കിലോയുടെ ഒരു ബാഗ് ആണെങ്കിൽ നിങ്ങൾ എടുക്കും. 25 കിലോയുടെ ബാഗ് ആണല്ലോ, ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഓട്ടോറിക്ഷ പിടിക്കും. ശരിയാണോ? അപ്പൊ നിങ്ങൾക്ക് മരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യണം? കർത്താവിനെ വിളിക്കണം. കാരണം അവൻ മരിച്ചവനാണ്. അവനറിയാം എങ്ങനെയാ ഇത് ചെയ്യുന്നത്. അവൻ കൈകാലുകൾ ഇരുമ്പാണിക്ക് വെച്ചു കൊടുത്തു. അവൻ അനുവദിച്ച് വെച്ചു കൊടുത്തില്ലേ അടിക്കാൻ പറ്റുമോ? ആണി അടിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കർത്താവിനെ അറിയാവോ? 1000 പേര് കൂടി അവന്റെ കയ്യിൽ ആണി അടിക്കാൻ പറ്റില്ല കേട്ടോ. പറ്റില്ല. അവൻ കൈ നീട്ടി വെച്ചു കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. അവൻ വിരിച്ചു കൈകാലുകളെ ആണിക്ക് വേണ്ടി. അവനോട് ചോദിച്ചാ പറയാ എങ്ങനെയാ മരിക്കുന്നത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടന്നു. എങ്ങനെയാ മരിപ്പിക്കുന്നത്? ഒന്ന് വായിച്ചാൽ ഏതായാലും എഫേസ്യർ 5:2. എഫേസ്യർ 5:2. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ആമേൻ. ക്രിസ്തു തന്നെത്താൻ വഴിപാട് യാഗവുമായിട്ട് അർപ്പിക്കുകയായിരുന്നു. ബലം പ്രയോഗിച്ചല്ല, അർപ്പിക്കുകയായിരുന്നു. തന്നെ യാഗം പീഠത്തിലോട്ട് കിടത്തി. അതാ കാൽവറി.
കാൽവറി മലമേൽ നോക്കുനീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ആ കർത്താവിനോട് ചോദിക്കണം, എങ്ങനെയാണ് ഈ മരിപ്പിക്കുന്നത്? നാം നമ്മെ തന്നെ മരിപ്പിക്കണം. നമ്പർ 2, നമ്മൾ വിട്ടുകളയണം. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയണം. വിട്ടുകളയണം, 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 വിട്ടുകളയണം. ഡെയിലി വിട്ടുകളയണം. 3, ഉരിഞ്ഞു കളയണം. പെയിൻഫുൾ ആണ്. കയ്യിലിരിക്കുന്ന ചില സാധനങ്ങളാണ് വിട്ടുകളയാം. എന്നാൽ പറ്റിപ്പിടിച്ചിരിക്കുക, ശരീരത്തിനകത്തോട് ചേർന്ന് പോയി, അത് ഉരിഞ്ഞു കളയണം. ഉരിഞ്ഞു കളയണം. അടുത്തത് ധരിച്ചിരിക്കുന്നുവല്ലോ. ഇപ്പൊ കൊലോസ്യർ 3:5 മുതൽ 11 വരെ വായിച്ചപ്പോൾ 4 വാക്കുകൾ കണ്ടു. മരിപ്പിക്കുക, വിട്ടുകളയുക, ഉരിഞ്ഞു കളയുക, ധരിക്കുക. എന്താ ധരിക്കേണ്ടത്? പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതു മനുഷ്യനെ ധരിക്കുക. പുതു മനുഷ്യനെ ധരിക്കുക. ചുരുക്കി പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ് ഇത്. പുതുമനുഷ്യനെ ഡെയിലി ധരിക്കണം. പുതുമനുഷ്യനെ കർത്താവിനോട് നിങ്ങൾ ചോദിക്കണം, ഇതൊക്കെ എന്റെ കർത്താവ് ഇതൊന്ന് മനസ്സിലാക്കി തരണേ. പുതുമനുഷ്യനെ ഡെയിലി ധരിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ധരിക്കുന്ന കാര്യമാണ്. സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കും. സ്തോത്രം, 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 സ്തോത്രം. പുതുമനുഷ്യനെ ധരിക്കുക. മരിപ്പിക്കുക, വിട്ടുകളയുക, ഉരിഞ്ഞുകളയുക, ധരിക്കുക. ഈ എല്ലാ ലേഖനങ്ങളിലും ഇതുണ്ട്. ഇവിടുന്ന് കൊലോസ്യർ മാത്രം എടുത്തൊന്നും. ഇത്രയും ഹാർഡ് വർക്ക് ഇതിന് ചെയ്താലേ ആത്മരക്ഷയുടെ ഫൈനൽ റിസൾട്ടിലേക്ക് വരികയുള്ളൂ. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ അത് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? നീതിമാൻ പ്രയാസമോടു രക്ഷ നേടുകിൽ അധർമ്മികൾക്കും പാപികൾക്കും ഗതി എന്തായിടും. നീതിമാൻ പ്രയാസമോടു രക്ഷ നേടുകിൽ അധർമ്മികൾക്കും പാപികൾക്കും ഗതി എന്തായിടും. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റി ഒഴിയുമോ? ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റി ഒഴിയുമോ? ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, സൗജന്യമായ രക്ഷ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ രക്ഷ, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതിനായി സ്തോത്രം. എന്നാൽ അത് പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ അധികം പ്രയാസത്തോടുകൂടി അധ്വാനിക്കേണ്ട ഒരു ഭാഗമുണ്ടെന്ന് ഇന്ന് ഞങ്ങളെ കാണിച്ചു തന്നു. അത് തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്തത്തോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവിടുത്തെ മക്കളെ സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും, വിശേഷാൽ ഈ യോഗത്തിന്റെ സംഘാടകർക്കും നന്ദി പറയുന്നു. എനിക്ക് മറ്റൊരു സ്യൂമിൽ കയറാനുള്ളത് കൊണ്ട് ഞാനിവിടെ ലീവ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു പാസ്റ്റർ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങനൊരു ആത്മീയ സംഗമത്തിൽ വന്ന് അല്പസമയം ഞങ്ങളുടെ ദൈവവചനം പങ്കുവച്ചതിന് ഹൃദയംഗമായി ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സൻ അവരുടെ പേരിലും തന്റെ സഭയുടെ പേരിലുമുള്ള ഫോക്കസ് എൻകൗണ്ടർ, ഹോപ്പ് എൻകൗണ്ടർ എന്ന ഈ പ്രവർത്തനങ്ങളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കണ്ണുകളും നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനെ നമുക്കിരിക്കാം. ഒരു ക്രിസ്തീയ ജീവിതം, ജയജീവിതം ആത്മാർത്ഥമായി കാഴ്ചവെപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിൽ നിന്നും എങ്ങനെ നമ്മെ സഹായിക്കുന്നു എന്നുള്ള ആത്മീക ചിന്തകളെ കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. കർത്തദാസിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ദൈവം നമ്മോട് സംസാരിച്ചു എന്നുള്ളതിന് എത്ര പേര് ഹൃദയമോ ദൈവസന്നിധിയിൽ സ്തോത്രം പറയും. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി ഒന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ജയത്തോടെ നയിക്കുന്നതിനാവശ്യമായ ഒരു ആത്മീക ചിന്തയാണ് നാം കേട്ടത്. ഹല്ലേലൂയ. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? നമ്മൾ ഏത് വിധം പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെന്ന്, ആത്മരക്ഷ നാം എങ്ങനെ കരസ്ഥമാക്കിയെന്ന്, ഹല്ലേലൂയ, ദേഹിയുടെ രക്ഷ നാം എങ്ങനെ പ്രയാസേന നാം ദൈവത്തിൽ ആർജിച്ചെടുക്കണമെന്നും, കർത്താവിന്റെ വരവിങ്കൽ നമ്മുടെ രക്ഷ എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ പ്രിയ കർത്താസിന്റെ തനത് ശൈലിയിൽ നമ്മളോട് പറയുകയുണ്ടായി. വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കാം. എല്ലാ തലകളും ദൈവസന്നിധിയിൽ ഉണക്കിയാട്ടെ. തലകളെ ഉണക്കി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സന്ധ്യായോഗം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഈ മിനിസ്ട്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇരുന്നതിനാലും നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർദാസൻ ജി മാമൂട്ട് അവറുകൾ ലൈവിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ആലോചനകൾക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ഈ COVID-19 എന്ന മാരക വൈറസിന്റെ പ്രത്യാഘാതത്താൽ പല ആരാധനാ മീറ്റിങ്ങുകളിലും ആരാധനാ ഹോളുകളും അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ദൈവവചന കോശത്തിനായി സ്തുതിക്കുന്നു. കേട്ട ദൈവത്തിനുമായി തന്നെ സമൃദ്ധമായി സമർപ്പിക്കുന്നു. ഇത് ലീഡ് ചെയ്യുന്ന ബഹുമാന്യനായി സ്തുതിക്കുന്നു. സഭ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ആ പ്രവർത്തനങ്ങൾ നടക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസം നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. പ്രാർത്ഥനയായി മാനമൊത്തം എടുക്കും. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമം തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും നാം ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. ആത്മീക ചിന്തകളെ ശ്രവിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ഇതിൽ പങ്കെടുത്ത ശ്രേഷ്ഠരായ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഈ ആത്മീയ യോഗത്തിന്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെയും പ്രത്യേക മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും. അതിന്റെ പ്രത്യേക ബ്രോഷറുകളെല്ലാം നിങ്ങളുടെ വാട്സപ്പിലേക്ക് പ്രിയ കർത്തദാസൻ ഫെയ്ത്ത് ബ്ലസ്സൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയും ആവേശത്തോടെയും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷിയാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ ശുശ്രൂഷയ്ക്കായി വന്ന പ്രിയ കർത്തദാസൻ പാസ്റ്റർ സന്തോഷ് ആൻഡ് പ്രിയങ്ക, അവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ശുശ്രൂഷകളെ, മിനിസ്ട്രിയെ ഒക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വാത്സല്യ കർത്തദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകൾ, അദ്ദേഹത്തോടുമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും സൂമിലൂടെയും ഇതിന്റെ പ്രേക്ഷകരായിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. നമ്മുടെ തലകളെ വണക്കി ആശീർവാദത്തോടെ മടങ്ങുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മളോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ ആത്മീക ശുശ്രൂഷകളോടും അത് ദൈവവചനം ശുശ്രൂഷിക്കുകയും അതുപോലെ കൊയർ ലീഡിക്കുകയും ചെയ്ത ദൈവദാസന്മാരോട് കൂടിയും ഭൂലോകമുള്ള വിശുദ്ധന്മാരോടൊപ്പവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ മടങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May God bless you all. Amen. Praise the Lord.
ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു പരൻ. താൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. യേശു പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. പർവ്വതത്തിൽ കൂടെ താഴ്വരയിൽ കൂടെ കൈവിടുകില്ലീശൻ നമ്മെ എന്നുമേ. പർവ്വതത്തിൽ കൂടെ താഴ്വരയിൽ കൂടെ കൈവിടുകില്ലീശൻ നമ്മെ എന്നുമേ. കയ്യിൽ വഹിച്ചിടും, മാർവോടണച്ചിടും, സ്വർഗ സന്തോഷം തരും നല്ല സഖിയായി. കയ്യിൽ വഹിച്ചിടും, മാർവോടണച്ചിടും, സ്വർഗ സന്തോഷം തരും നല്ല സഖിയായി. താൻ പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. യേശു പിൻപേ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നായകന്റെ മേൽ നമ്മുടെ കണ്ണുകളെ പതിച്ച് ഹല്ലേലൂയ ഈ ക്രിസ്തീയ ജീവിതം, ഈ ജീവിതയാത്ര ആമേൻ നമുക്ക് മുന്നേറാം. ആമേൻ. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നോൻ കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നോൻ കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. ആമേൻ. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. താൻ പിൻ
ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനെ
you Lord Jesus. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നപ്പാ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നപ്പാ. മാരക ശന്തകരകസി റീബ ഖബാരമാലഗക്ഷം ധനാസഗത്യാനക അന്തലേഖേരിഗത്തനാസ്യന്തനെ. Hallelujah, we adore you, we adore you master, we love you Jesus. Hallelujah, hallelujah. കർത്താവേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായി, ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി, തന്റെ സ്വന്തം മക്കളാക്കി തീർത്തതിനായി കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി 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 പറയുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഈ പദവി തന്നതിനായി അങ്ങേക്ക് നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ശ്വാസം തന്നതിനായി നന്ദി അപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് ജീവനുള്ളതിനായി, ഞങ്ങൾക്ക് ആരോഗ്യമുള്ളതിനായി അപ്പാ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവേ കൈകൾ കരങ്ങൾ കൊട്ടുവാനും ഉയർത്തുവാനും കർത്താവേ പാട്ട് പാടുവാനും ഒക്കെ കർത്താവേ ഞങ്ങൾക്ക് ബലം തന്നല്ലോ, ഞങ്ങൾക്ക് ആരോഗ്യം തന്നല്ലോ കർത്താവേ. കർത്താവേ അത് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഹല്ലേലൂയ. അനേകർ കർത്താവേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകർ ഇന്നും രോഗികളായി കർത്താവേ വീടുകളിലും കർത്താവേ ഹോസ്പിറ്റലുകളുമായിരിക്കുമ്പോൾ കർത്താവേ ശ്വാസം എടുക്കാതിരിക്കുമ്പോൾ കർത്താവേ ശബ്ദം എടുക്കാതെ ഇരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്കിതൊക്കെ കർത്താവേ ഞങ്ങൾക്ക് തന്നതിനായി ഹല്ലേലൂയ അങ്ങയുടെ കൃപയ്ക്കായി, അങ്ങയുടെ കൃപയ്ക്കായി, അങ്ങയുടെ ദാനങ്ങൾക്കായി അപ്പാ നന്ദി 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 അപ്പാ. ഹല്ലേലൂയ. Thank you Lord, thank you Lord, we worship you, we worship you Lord. കർത്താവേ ഞങ്ങളെ തന്നെ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ഹിതം ചെയ്യുവാൻ നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ഹല്ലേലൂയ. യെസ്, ഞങ്ങൾ ഒറ്റയല്ലാത്തത് കൊണ്ട് നന്ദി. അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി. താങ്ക് യു Lord. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതിയപ്പ. ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്നതിനായി നന്ദിയപ്പ. ഹല്ലേലൂയ. അങ്ങയുടെ ചേർന്ന് നടക്കുവാൻ, അങ്ങേ പിൻഗമിക്കുവാൻ വിശുദ്ധിയോടുകൂടി കർത്താവേ വചനപ്രകാരം ഈ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.